ഹായ് ഡിയേഴ്സ്, ഇന്നൊരു കുട്ടി നൈറ്റ് വ്ളോഗാണ്. 2 ദിവസമായില്ലേ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ട്. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഓട്ടത്തിലാണേ, അതാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഈ സന്ധ്യ ആയപ്പോഴത്തേനും ഞാൻ നേരെ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുന്നതേ ഉള്ള ഈ സമയം. ഹോസ്പിറ്റലിൽ പോക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താ വല്ല വിശേഷം ഉണ്ടാകുന്നു, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ പറയാവേ. ഇപ്പം അതൊന്നും അല്ല എന്തായാലും. പിന്നെ അതേ ഞങ്ങൾ നേരെ ചായയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ കുടിച്ചായിരുന്നു. അപ്പോൾ ഈ ചേട്ടായിക്കുള്ള ചായയൊക്കെ വെച്ച് പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ചായയും കട്ട്ലൈറ്റും ഒക്കെ ആയിട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് സമയം ഇന്നത്തെ വിശേഷം അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, അങ്ങനെ കുറേ സമയം കലപില വർത്താനമായിരിക്കുവേ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരിയുണ്ട്, വേറെ ആരുമല്ല, എൻ്റെ അലർജിയും തുമ്മലും ഒക്കെ തന്നെയാണ്. അതാണ് സൗണ്ട് ഇങ്ങനെ അടഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതേ നേരെ അടുക്കളയിലേക്ക് കയറി. കൊച്ചയിലേക്ക് ഞാൻ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ മൊത്തം ഹോസ്പിറ്റലായതുകൊണ്ട് പാചകമൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കുറച്ച് അയിലെടുത്ത് വറുക്കുകയും ചെയ്തു. പിന്നെ കുറച്ചെടുത്ത് മുളകിൽ കറി വെക്കാനൊക്കെ നിൽക്കുമായിരുന്നേ. കറിയൊക്കെ വെച്ച് മാറ്റിയതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തെടുത്തേ. പിന്നെ ഞാനോർത്ത് നമുക്ക് നാളത്തേക്കുള്ള എളുപ്പപ്പണി കൂടെ ചെയ്ത് വെക്കണമല്ലോ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഞാനിങ്ങനെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കുമെന്ന്. നാളത്തേക്കുള്ള പാചകത്തിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായിക്ക് ഇങ്ങനെ അരിഞ്ഞ് തരാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ചിങ്ങ പയറായിരുന്നേ, അങ്ങനെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് ഞാനോടത്ത് ഫുഡ് എടുക്കാം. ഇപ്പം തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ദേ TV ഒക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ഫുഡെല്ലാം കഴിച്ചേ. പിന്നെ നേരെ പോയിട്ട് അപ്പായ്ക്കുള്ള മരുന്നൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കൊടുത്ത്. 2-3 മാസമായിട്ട് ഏകദേശം ഭക്ഷണത്തേക്കാൾ കൂടുതലേറെ അപ്പ കഴിക്കുന്നത് മരുന്ന് തന്നെയാണ്. ഈ കാണുന്നത് രാത്രി മാത്രം കഴിക്കുന്നതാണ്, ഇതുപോലെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ദേ കിടക്കാനായിട്ട് പോവുകയാണ്. വീണ്ടും ചില വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടെ അങ്ങനെയൊക്കെ ഇരുന്നേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.